ഇവരൊക്കെ ജന്മന നല്ല വൈബുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു രസകരമായിട്ടുള്ള പരിപാടികളെ കുറിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനായിട്ടുള്ള മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ റീലുകളുമായിട്ടൊന്നും ബന്ധമില്ലാത്ത മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ മദ്യപിച്ചിട്ടൊക്കെ വഴിയിലൊക്കെ കിടന്ന് കോപ്രായം കാണിക്കുന്ന ബാക്കിയുള്ള ആളുകൾക്ക് റീൽ ഉണ്ടാക്കാനായിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അതേപോലെ തന്നെ മദ്യപിച്ച് വഴിയിൽ എന്തെങ്കിലും ഷോ കാണിച്ച് അടി വാങ്ങുന്നു, അല്ലെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെയുള്ള ആളുകളിലേക്ക് ഒരു വേസ്റ്റ് റിയാലിറ്റിയുടെ ഒരു സൈഡുണ്ട്. അവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ, അവർക്കൊക്കെ കുട്ടികളുണ്ടായിരിക്കും. പല ആളുകൾക്കും ഇങ്ങനെയുള്ള ദുരന്തന്മാർക്കൊക്കെ കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ കുട്ടികളെ കൊടുക്കുന്ന ദൈവം വാരിക്കോരി കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു ജീവിതം വളരെ ദുസ്സഹമാണ്. അങ്ങനെയുള്ള പല ആളുകളും പിന്നീട് അവരുടെ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്ന സമയത്ത് വേദനയോടെ അതിനെക്കുറിച്ച് പറയാറുണ്ട്. പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അപകർഷതാബോധം കാരണം ഈ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ കൂടെയുള്ള കുട്ടികൾ നിൻ്റെ അച്ഛൻ ഭയങ്കര വൈബാണ് എന്നൊന്നും ആയിരിക്കില്ല പറയുന്നത്. അവർക്ക് ഇവൻ്റെ അപ്പൻ ഒരു തമാശ കഥാപാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു കോമഡി പീസ് ആയിരിക്കും. ബുള്ളിങ്, കടുത്ത ബുള്ളിങ്. അതേപോലെ തന്നെ നാട്ടിൽ ആ പയ്യൻ്റെ അഡ്രസ്സ് എന്തായിരിക്കും? ആ കള്ളൊക്കെ കുടിച്ച് നടക്കുന്ന എന്തെങ്കിലും ഒരു ഇരട്ടപ്പേരും ഉണ്ടായിരിക്കും. അയാളുടെ മോനാണ്, അയാളുടെ മോളാണ്. എത്രത്തോളം ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തി എന്ന് പറഞ്ഞാലും ഈ ഒരു പേരിൽ നിന്ന് ആ ഒരു കുട്ടികൾക്ക് മോചനം ഉണ്ടാവില്ല.